കരച്ചിലും പിഴിച്ചിലുമൊക്കെ നിർത്തി വന്ന് വല്ലതും കഴിക്ക് ചേച്ചി. വിഷമിച്ചിരിക്കാൻ മാത്രം ഇപ്പോൾ എന്താ പറ്റിയേ? ചേച്ചിക്ക് ഒരു അമ്മാവനെ കിട്ടിയതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നിറങ്ങിയ അനു കട്ടിലിൽ കണ്ണു നിറച്ച് ആലോചനയോടെ ചാരിയിരിക്കുന്ന വേണിയെ കണ്ടുകൊണ്ട് ഉള്ളിൽ വന്ന വിഷമം മറച്ചു വെച്ചുകൊണ്ട് അവളുടെ ആലോചന മാറ്റിവിടാൻ എന്നപ്പോൾ ചിരിയോടെ ചോദിച്ചു, ഏയ് അതെങ്ങനെയാ അനു വിഷമിക്കാതിരിക്കുക? ആകാശേട്ടൻ്റെ കാര്യം പറഞ്ഞത് നീ കേട്ടില്ലേ? എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു ആകാശേട്ടൻ്റെ മരണത്തിൽ. ഇന്നിപ്പോൾ ഉറപ്പായ സ്ഥിതിക്ക് അത് ചെയ്തവരെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ നോക്കും. എനിക്കറിയണം ആരാ എൻ്റെ ഏട്ടനെ അപായപ്പെടുത്തിയത് എന്ന്. പെട്ടെന്ന് അനുചോദിച്ചത് കേൾക്കെ ഞെട്ടലോടെ ആലോചനയിൽ നിന്ന് ഉണർന്ന ശേഷം നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ അമർത്തി തുടച്ചുകൊണ്ട് വേണി പറഞ്ഞു, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ചേച്ചി? എവിടെ പോയി അന്വേഷിക്കും നമ്മൾ? നമ്മളെക്കൊണ്ട് പറ്റുമോ? വേണിക്കരികിൽ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് അനു സംശയത്തോടെ ചോദിച്ചു. പറ്റും. എവിടെയാണേലും എത്ര ദൂരെയാണേലും എനിക്ക് പോണം അനു. ഏട്ടൻ പഠിച്ചെടുത്ത് അമ്മയുടെയും അച്ഛൻ്റെയും നാട്ടിൽ, അങ്ങനെ ഏട്ടനുമായി ബന്ധപ്പെട്ട ഇവിടെ എല്ലായിടത്തും. അവിടെ നിന്നെല്ലാം എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. ആരും സമ്മതിക്കില്ല ചേച്ചി. ആലോചനയ്ക്കൊടുവിൽ വേണി എടുത്തുറച്ച തീരുമാനം കേൾക്കെ അനു വിഷമത്തോടെ പറഞ്ഞു, ആര് സമ്മതിച്ചില്ലേലും ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ പോകും. എനിക്കറിയണം സത്യം. എൻ്റെ ഏട്ടന് നീതി മേടിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യണം. ഇനി എന്നെക്കൊണ്ട് അത് മാത്രമല്ലേ പറ്റൂ. ചേച്ചിയെ ഒറ്റയ്ക്ക് എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കാണും ചേച്ചിയുടെ കൂടെ. വേണിയുടെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അവളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അനു ഉറപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു ഓഫീസിലേക്ക് കയറി വരുന്നത്? അനുവാദം കൂടാതെ കഥക് തള്ളി തുറന്ന് അകത്തേക്ക് വരുന്ന ഉഷാമയെ കണ്ടുകൊണ്ട് ഭദ്രൻ ലാപ്പ് മടക്കി വെച്ചുകൊണ്ട് അമർഷത്തോടെ പറഞ്ഞു, അയ്യയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടോ മോനെ? എന്നാ എനിക്ക് അങ്ങനെ അനുവാദം ചോദിച്ച് കയറാൻ വലിയ മടിയാണ് ഭദ്ര. ഭദ്രന് മുന്നിലായി സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് ഉഷാമ പുച്ഛത്തോടെ പറഞ്ഞു, മടിയൊക്കെ മാറാൻ നല്ല നല്ല വഴികളുണ്ട്. മോളോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ വന്നതിൽ പിന്നെ മോളുടെ മടിക്ക് നല്ല കുറവില്ലേ? അതൊക്കെ ശരിയാകും ഭദ്ര. അവളും ഇനി ഇമ്മിണി മടി കാണിച്ചു തുടങ്ങും ഇവിടെ. ഭദ്രൻ അത് നോക്കി മിണ്ടാതെയും ഇരിക്കേണ്ടി വരും. ഭദ്രൻ പുച്ഛത്തോടെ പറഞ്ഞത് കേൾക്കെ അതേ പുച്ഛത്തോടെ ഉഷാമ പറഞ്ഞു, അത് ശരി, മോളെ കണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ വന്നതാണോ? എങ്കിൽ സ്ഥലം ഇവിടെ അല്ലല്ലോ ഉഷാമേ. നേരെ അവളുടെ കെട്ടിയവൻ്റെ വീട്ടിലേക്ക് വിട്ടോ. എന്നിട്ട് ഉപദേശിച്ച് നാശമാക്കിക്കോ. മോളെ കാണണമെങ്കിൽ പോകേണ്ട സ്ഥലം എനിക്കറിയാം ഭദ്ര. അവൾക്കുള്ള ഉപദേശവും ഞാൻ കൊടുത്തോളാം. അത് നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഭദ്രൻ പറഞ്ഞത് കേൾക്കെ ഉഷാമ ദേഷ്യത്തോടെ പറഞ്ഞു, എന്താ ഉഷാമേ, എന്താ വരവിൻ്റെ ഉദ്ദേശം? മുഖത്ത് നല്ല അഹങ്കാരമുണ്ടല്ലോ. ഇമ്മിണി അഹങ്കരിക്കട്ടേടാ കൊച്ചനെ. കുറേ നാൾ നീയൊക്കെയല്ലേ ഇവിടെ കിടന്ന ആളാകുന്നേ. എനിക്കൂടെ ഒരു അവസരം താന്നേ. ഭദ്രൻ പറഞ്ഞത് കേൾക്കെ ബാഗ് തുറന്ന് അതിനുള്ളിൽ എന്തോ അന്വേഷിച്ചുകൊണ്ട് ഉഷാമ പുച്ഛത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചു. ഈ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ അതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ ആളുമില്ല, സമയവുമില്ല. ഉഷാമയുടെ അന്വേഷണം കണ്ടുകൊണ്ട് നെറ്റി ചുളിച്ച് ഭദ്രൻ അമർഷത്തോടെ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? എനിക്ക് കാണിക്കാനുള്ളത് നിന്നെയല്ലേ ഭദ്ര. അത് നിന്നെ കാണിച്ചിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ബാഗിൽ നിന്നും ഒരു ഫയൽ ഭദ്രൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഉഷാമ പരിഹാസം അടങ്ങിയ ചിരിയോടെ പറഞ്ഞു, എന്താ ഇത്? മുന്നിലെ ഫയലിലേക്കും ഉഷാമയുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു, അങ്ങോട്ട് തുറന്നു നോക്ക് ഭദ്ര. നിനക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ ഞാൻ. എന്തോരം അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്നോ. കുറേ നാളായി ഇതിൻ്റെ ഓട്ടത്തിലായിരുന്നു. എന്തായാലും ആ ഓട്ടം ഫലം കണ്ടു. ഇത് നിങ്ങൾക്കെങ്ങനെ? ഉഷാമ പറഞ്ഞത് കേൾക്കെ സംശയത്തോടെ ആ ഫയൽ തുറന്നു നോക്കിയവൻ ഉൾക്കിടലത്തോടെ ഫയലിൽ നിന്ന് തലയുയർത്തി ഉഷാമയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അങ്ങനെ എന്നെ ഒതുക്കി ഭാര്യയുടെ സ്വത്തുകൊണ്ട് സുഖിക്കാമെന്ന് വിചാരിച്ചത് തെറ്റല്ലേ ഭദ്ര? ഭൂതം നിധി കാക്കുന്ന പോലെ ഞാൻ കൊണ്ടു നടന്നത് പെട്ടെന്ന് ഒരു ദിവസം നിനക്കും ഭാര്യയ്ക്കും വേണമെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയുമോ ഭദ്ര? അപ്പോൾ ആ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ തന്നെ നിനക്ക് തരണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. ഭദ്രൻ്റെ ഞെട്ടലിൽ നിറഞ്ഞ മനസ്സോടെ ഉഷാമ പരിഹാസത്തോടെ പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല ഉഷാമേ. ഇത് വെറും പേപ്പറുകളായി നിങ്ങളുടെ കയ്യിൽ ഇരിക്കത്തേയുള്ളൂ. ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട്
ആ ഫയൽ താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഭദ്രൻ അമർഷത്തോടെ പറഞ്ഞു. ഇതിൻ്റെ കോപ്പി വേണിക്ക് കിട്ടിയാൽ എന്താകും അവസ്ഥ? വേണി ഇതൊക്കെ അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്തിട്ടുണ്ടോ നീ? അവൾ നിന്നെ വെറുക്കുന്നത് നീ ആലോചിച്ചു നോക്കുന്നുണ്ടോ ഭദ്ര? നിന്റെ ജീവിതം ഇപ്പോൾ അവളെ ചുറ്റിപ്പറ്റിയല്ലേ? അപ്പോൾ അവളില്ലായ്മ ആലോചിച്ചു നോക്കിയേ നീ. മുന്നോട്ടുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ച് വേണം ഓരോന്ന് പറയാൻ. താൻ ഉദ്ദേശിച്ച ഭയം അവൻ്റെ മുഖത്ത് കാണാതെ അവൻ്റെ മനസ്സിലേക്ക് ഭയം നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉഷാമ കൂർമ്മതയോടെ പറഞ്ഞു. അപ്പോൾ ഭദ്ര, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് 2 ദിവസത്തിനുള്ളിൽ വേണിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങ്. എന്തിനാ ഇനി വെച്ച് താമസിപ്പിക്കുന്നേ? വേണിയുടെ പേരിലുള്ള സ്ഥലം എൻ്റെ പേരിൽ ഒപ്പിട്ട് തന്നേരെ. നീ പറഞ്ഞാൽ വേണിക്ക് മറ്റൊരു വാക്കില്ലല്ലോ. ഇനി ഈ പേപ്പേഴ്സ് ഓർത്ത് നിനക്കൊരു മുഷിച്ചൽ വേണ്ട. വേണി ഒപ്പിട്ട് തരുന്ന നിമിഷം ഞാൻ കണ്ടെത്തിയതെല്ലാം ഞാൻ തന്നെ നശിപ്പിച്ചേക്കാം. പോരെ? ഉഷാമ പറഞ്ഞത് കേൾക്കെ മൗനം തുടരുന്ന ഭദ്രനെ നോക്കി അവർ വിജയിച്ച ഭാവത്തിൽ ചിരിയോടെ പറഞ്ഞു. എന്തായാലും ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അനുവാദം ചോദിച്ചില്ല എന്നായിരുന്നില്ലേ പരാതി? ഇറങ്ങുമ്പോൾ ചോദിച്ചേക്കാം. എന്നാൽ അടിയൻ പുറത്തേക്ക് പോട്ടെ. ശ്രീമംഗലത്ത് ഭദ്രൻ തമ്പുരാനെ. മുഖം താഴ്ത്തി മേശയിൽ കൈകൾ കൂട്ടിപ്പിടിച്ച് താഴേക്ക് നോക്കിയിരിക്കുന്ന ഭദ്രനെ നോക്കി പുച്ഛത്തോടെ കളിയാക്കി പറഞ്ഞുകൊണ്ട് ഉഷാമ ആ ചിതറിക്കിടക്കുന്ന പേപ്പേഴ്സിൻ്റെ മുകളിൽ ചവിട്ടി ഒരു ചിരിയോടെ പുറത്തേക്ക് നടന്നു. കഥകടയുന്ന ശബ്ദം കേട്ടതും കാൽക്കീഴിൽ കിടക്കുന്ന ഒരു ന്യൂസ് പേപ്പർ അവൻ ഇടറുന്ന കൈകൾ കൊണ്ട് എടുത്ത് അതിലെ ആ വാർത്തയിൽ മാത്രമായി കണ്ണുകൾ ഉടക്കി വെച്ചു. കോളേജ് വിദ്യാർത്ഥിയുടെ മരണം, സഹപാഠി അറസ്റ്റിൽ. ആ പേപ്പറിലെ ന്യൂസിൽ കൈകൾ കൊണ്ട് അമർത്തി തടവിക്കൊണ്ട് സീറ്റിലേക്ക് ചാരി അവൻ ഒരു നെടുവീർപ്പോടെ ഫോണെടുത്ത് അരവിന്ദനെ വിളിച്ചിരുന്നു. ഏട്ടാ, ഞങ്ങൾ നാളെ ചേച്ചിയുടെ തറവാട്ടിൽ പോകും കേട്ടോ. ഓഫീസിൽ നിന്ന് തിരികെ എത്തിയ ശേഷം ഹാളിൽ സോഫയിലേക്കിരുന്ന ഭദ്രനെ കാണെ വേണിക്കൊപ്പം പടിയിറങ്ങിക്കൊണ്ട് അനു വിളിച്ചു പറഞ്ഞു. എന്തിന്? അനു പറഞ്ഞത് കേൾക്കെ ഭദ്രൻ്റെ നോട്ടം വേണിയിലെത്തി നിന്നുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. എനിക്ക് കണ്ടുപിടിക്കണം അവനെ, ഞങ്ങളുടെ ശത്രുവിനെ. വേണി, മണ്ടത്തരം പറയരുത്. താൻ പോകുന്ന ഉടനെ മുന്നിൽ വന്ന് നിൽക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളാണ് നിങ്ങളുടെ ശത്രു എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അത് വെറുതെയാണ്. ആരെയും നോക്കാതെയുള്ള വേണിയുടെ സംസാരം കേൾക്കെ ഭദ്രനടുത്തായി ഇരുന്ന് അരവിന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കറിയാം ഒളിഞ്ഞിരിക്കുന്നവൻ അങ്ങനെയൊന്നും മുന്നിൽ വന്ന് നിൽക്കില്ല എന്ന്. പക്ഷേ നിർത്തിക്കാൻ എനിക്കറിയാം. ഞാൻ അവിടുത്തെ ചോരയാണ് എന്നറിഞ്ഞാൽ ശത്രു വരും മുന്നിൽ, എന്നെ ഇല്ലാതാക്കാനെങ്കിലും. വേണിയെ അറിയാത്തത് കൊണ്ടാണ് ശത്രു മുന്നിൽ വരാത്തത് എന്നാണോ മോളുടെ വിചാരം? വേണി പറഞ്ഞു നിർത്തിയതും എല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വന്നുകൊണ്ട് പത്മനാഭൻ ഗൗരവത്തിൽ ചോദിച്ചു. അത് വല്യച്ഛ, ശ്രമിച്ചു നോക്കാൻ. പെട്ടെന്ന് പത്മനാഭൻ അവിടെ വന്നതും എല്ലാം അദ്ദേഹത്തിന് അറിയാമെന്ന തിരിച്ചറിവ് കൊണ്ടും എന്ത് പറയണമെന്നറിയാതെ വേണി പതറിക്കൊണ്ട് പറഞ്ഞു. എങ്ങനെ ശ്രമിച്ചു നോക്കാൻ? സ്വന്തം ജീവൻ ശത്രുവിന് മുന്നിൽ വെച്ചു കൊടുത്തിട്ടല്ല അയാളെ കണ്ടുപിടിക്കേണ്ടത്. ജീവൻ കളയാതെ വേണം അയാൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മരണത്തിൽ കൂടി അവൻ വീണ്ടും ജയിക്കില്ലേ? ഇല്ല വല്യച്ഛ, ഞാൻ ശ്രദ്ധിച്ചോളാം. പത്മനാഭൻ പറഞ്ഞത് എല്ലാം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് ശരിയാണെന്ന മട്ടിൽ തലകുലുക്കിക്കൊണ്ട് വേണി പറഞ്ഞു. അവിടുത്തെ അവസ്ഥ എന്താ ഏതാ എന്നറിയാതെ നാട്ടിൽ പോയാൽ അത് ആപത്താ വേണി. പതുക്കെ ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ പോരെ? ഇനി ആലോചിച്ച് സമയം കളയാൻ പറ്റില്ല അരവിന്ദേട്ടാ. നിങ്ങൾ നേരത്തെ ആകാശേട്ടൻ്റെ അപകടമരണമാണെന്ന് എന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ ഞാൻ അവിടെ എത്തിയേനെ. അരവിന്ദ് ചോദിച്ചത് കേൾക്കെ എതിർപ്പറിയിച്ചുകൊണ്ട് വേണി ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ താൻ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചതാണ് അല്ലേ? ഇനി മാറ്റമില്ലല്ലോ അല്ലേ? ഇല്ല. എങ്കിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. ഞാനും അരവിന്ദും കാണും കൂടെ. വേണിയുടെ കലിപ്പിച്ച മുഖഭാവം കാണെ അതും പറഞ്ഞുകൊണ്ട് ഭദ്രൻ പടികൾ കയറിയിരുന്നു. ഞാൻ വരണോ മോനെ? പടികൾ കയറുന്നവനെ ഒന്ന് നോക്കി പത്മനാഭൻ അരവിന്ദനോട് ചോദിച്ചു. വേണ്ട അച്ഛാ, ഇവിടെ ഓഫീസ് കാര്യങ്ങളുള്ളതല്ലേ. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. അച്ഛൻ പേടിക്കണ്ട, ഞാൻ കാണും ഇവരുടെ കൂടെ. പത്മനാഭൻ്റെ മുഖത്തെ ആശങ്ക അറിഞ്ഞുകൊണ്ട് അരവിന്ദൻ നേർത്ത ചിരിയോടെ പറഞ്ഞു. അതുകൊണ്ടാ ഞാനും വരാമെന്ന് പറഞ്ഞത്. അവിടെ പോയി ബുദ്ധിപരമായി മുന്നോട്ട് പോകണം. നീ പോയാൽ അത് ശരിയാകുമോ? രംഗം ഒന്ന് മയപ്പെടുത്താൻ എന്നോണം പത്മനാഭൻ ചിരിയോടെ ചോദിച്ചു. നീ പോകുന്നുണ്ടോ അനു കൂടെ? താൻ പറയുന്നത് കേട്ട് പല്ല് കടിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന അരവിന്ദനെ നോക്കി ചിരി അടക്കിക്കൊണ്ട് അദ്ദേഹം അനുവിനോട് ചോദിച്ചു. പിന്നെ ഞാൻ പോവാതിരിക്കാൻ പറ്റുമോ? ഞാനില്ലാതെ ചേച്ചി എങ്ങോട്ടും പോവില്ല. പേടിയാ. ആർക്ക്? അനു പറഞ്ഞത് കേൾക്കെ പത്മനാഭൻ സംശയത്തോടെ ചോദിച്ചു. എനിക്ക്. രണ്ടൂടെ പോയി അവിടെ കുളമാക്കരുത്. അടങ്ങി ഒതുങ്ങി പോയിട്ട് വരണം.
ഇവർക്ക് സഹായത്തിനാ പോകുന്നത് എന്ന് ഓർമ്മ വേണം. ഇവർ നിങ്ങളെ സഹായിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. അനുവിൻ്റെ മറുപടി കേട്ടതും ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പത്മനാഭൻ ദയനീയമായി പറഞ്ഞു. അച്ഛന് പ്രായമായി വരുമ്പോൾ തമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വരുന്നവരെ ഓഫീസ് നോക്കിയാൽ മതി, ശരിയായിക്കോളും. പത്മനാഭൻ പറഞ്ഞത് കേൾക്കെ അരവിന്ദൻ കണ്ണുകൾ ചുരുക്കി കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയി കൊണ്ടുപോവാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കേ. അരവിന്ദൻ പറഞ്ഞത് കേൾക്കെ ചിരിയടക്കിക്കൊണ്ട് പത്മനാഭൻ ഗൗരവത്തോടെ പറഞ്ഞു. ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടിയെങ്കിലും ഒരു പെണ്ണിനെ കെട്ടാൻ കിട്ടിയാൽ മതിയായിരുന്നു. പത്മനാഭൻ പറഞ്ഞത് കേൾക്കെ അമർത്തി മൂളിക്കൊണ്ട് തിരിഞ്ഞു നടന്നുകൊണ്ട് അരവിന്ദൻ പിറുപിറുത്തു. എന്താടാ, വേണി പോകുന്നതിന് നീ എതിരൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. എന്തു പറ്റി? പുറത്ത് മാവനോട് ചേർന്ന് ആലോചനയോടെ നിൽക്കുന്ന ഭദ്രനരികിൽ ചെന്നുകൊണ്ട് അരവിന്ദ് സംശയത്തോടെ ചോദിച്ചു. പോയിട്ട് വരാടാ. എന്നായാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. എനിക്കും ഇപ്പോൾ അത് ആരാണെന്ന് കണ്ടുപിടിക്കാതെ ഒരു സമാധാനവുമില്ല. കുറേ നാളായില്ലേ ഈ ഒളിച്ചുകളി തുടങ്ങിയിട്ട്. പുറകിൽ അരവിന്ദൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. അത് മാത്രമാണോ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്? അല്ല, നീ വിചാരിച്ചത് ശരി തന്നെയാ. ഉഷാമയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അരവിന്ദൻ്റെ സംശയം കേൾക്കെ സംശയം സത്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. നമ്മളിപ്പോൾ മാറി നിന്നാൽ തിരികെ വരുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ ഭദ്ര. എന്തായാലും കുറച്ച് ദിവസം നമ്മൾ വേണിയുടെ നാട്ടിൽ തന്നെയാകും. അത് കഴിഞ്ഞ് വന്നിട്ട് അവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അരവിന്ദൻ ചോദിച്ചത് കേൾക്കെ ഭദ്രൻ ആലോചനയോടെ പറഞ്ഞു. എന്നെ ഓർത്ത് പേടിക്കേണ്ട ഭദ്രേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഭദ്രേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണ്ട. രാത്രിയിൽ കിടന്നുകൊണ്ടും ആലോചന നീട്ടിക്കൊണ്ടു പോകുന്ന ഭദ്രനെ നോക്കിക്കൊണ്ട് മുറിക്കകത്തേക്ക് കയറിക്കൊണ്ട് വേണി പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല, ഇത് കഴിഞ്ഞിട്ടുള്ള തിരക്കേ ഉള്ളൂ. താൻ വന്ന് കിടക്കാൻ നോക്ക്. വേണിയുടെ ചോദ്യം കേട്ട് ആലോചനയിൽ നിന്ന് ഉണർന്ന ഭദ്രൻ അങ്ങനെ കിടന്നുകൊണ്ട് തല ചിരിച്ച് വേണിയെ നോക്കി നേർത്ത ചിരിയോടെ പറഞ്ഞു. ആ ചിരിയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഭദ്രന് മുകളിൽ കൂടി കട്ടിലിൻ്റെ മറുവശത്തേക്ക് കയറി അവൾ തിരിഞ്ഞു കിടന്നു. എടുത്തു ചാടി ഒന്നും ചെയ്യരുത് വേണി. അനുവിനോടും പറഞ്ഞ് മനസ്സിലാക്കണമത്. എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഞങ്ങളോട് കൂടി സംസാരിക്കുകയും ആലോചിക്കുകയും വേണം. അവിടെ എത്തുമ്പോൾ ഇത് പറയാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോഴേ പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. വേണിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു. അതൊന്ന് നോക്കിക്കൊണ്ട് വേണിയൊന്ന് മൂളുക മാത്രം ചെയ്തു. എന്താടോ, എന്താ പറ്റിയേ? പിണക്കമാണോ എന്നോട്? കുറച്ചു നേരങ്ങൾക്ക് ശേഷവും തിരിഞ്ഞു കിടക്കുന്നവൾ തൻ്റെ അടുത്തേക്ക് വരാത്തത് കാണേ ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ കൂടെ വന്ന് നിങ്ങളും കൂടി ആപത്തിലാകുമോ എന്നൊരു പേടിയാണ് ഭദ്രേട്ടാ. നിങ്ങൾ വരണ്ട കൂടെ, ഞാൻ പൊയ്ക്കോളാം. അവൻ വിളിക്കാൻ കാത്തിരുന്ന പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് വേണി വിഷമത്തോടെ പറഞ്ഞു. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നീയും ഞാനും രണ്ടല്ലല്ലോ, ഒന്നല്ലേ. നിന്റെ വിഷമവും സന്തോഷവുമെല്ലാം എൻ്റെയും കൂടിയല്ലേ. അതുകൊണ്ട് ഈ സാഹചര്യവും നമ്മൾ മറികടക്കും. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭദ്രൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കിലൂടെ കിട്ടിയ സന്തോഷത്തിലൂടെയും നെറുകയിൽ തലോടുന്ന വിരലിൻ്റെ മാന്ത്രികതയിലും അവളുടെ കണ്ണുകൾ അടഞ്ഞുകൊണ്ട് മയക്കത്തിലേക്ക് വീണിരുന്നു.